ഒരാപത്തും കൂടാതെ വീട്ടിൽ വന്ന് ചേർന്നല്ലോ മോളെ. ആരടാവൻ? ഈ വീട്ടിലെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചവൻ. തീർച്ചയായും അവനെ ഈ നാട്ടുകാരൻ ആരായിരുന്നാലും ശരി വിടരുത്. അനിയാ ബഹളം വെക്കരുത്. ഇല്ലേട്ടാ, ഗോൾഡൻ ഷിപ്പിംഗ് ഫാമിലിയിൽ ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്വാസം നിലയ്ക്കുന്ന കാണിച്ചു കൊടുക്കണം. മണപ്പാട് ഏരിയയിൽ 11 തൊട്ട് 12 വരെ ആര് ബോട്ട് എടുത്തിട്ട് കടലിൽ പോയോ അത്ര പേരെയും ചോദ്യം ചെയ്യണം. അവന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞ് ചാക്കി കെട്ടിയിട്ട് മാലദ്വീപിൽ കൊണ്ട് മൂടണം. പോലീസ് അറിഞ്ഞ ഇക്കാര്യം പ്രസുകാരും അറിയണ്ട. ശരി സർ. സത്യ, നിന്നെ സഹായിച്ച NCC മാസ്റ്റർ എനിക്കൊന്ന് കാണണം. ചിറ്റപ്പ വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സർ. MD സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വരൂ സർ. ഇതെല്ലാം MDയുടെ ഫാമിലി വെഹിക്കിൾസാ സർ. വീക്കെൻഡ് എല്ലാം MD ഫാമിലിയോടെ ഷിപ്പിലായിരിക്കും സർ. സർ, കോഫി, ടീ, കൂൾ ഡ്രിങ്ക്സ്. No, thanks. Shall we go to the front side? Good morning, sir. വരണം സർ. ചിറ്റപ്പൻ സാറിനെ കാത്തിരിക്കുവാ. ഇതാണ് ഞങ്ങളുടെ NCC മാസ്റ്റർ. നിങ്ങള് നരസിംഹൻ, കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അതന്ന്. ഇപ്പൊ NCC മാസ്റ്റർ. നിങ്ങൾ ഇരിക്കൂ. യെസ്, താങ്ക്സ്. ഹാവ് എ ഡ്രിങ്ക്? വേണ്ട സർ, ഇങ്ങോട്ട് ശീലമില്ല. വാ, അമ്മേ. സർ, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മവൻ, ഇതെന്റെ അമ്മ, ഇത് ചെറിയമ്മ. നമസ്കാരം. അസിസ്റ്റന്റ് കമ്മീഷണർ ടു NCC മാസ്റ്റർ. അതെങ്ങനെ? ഇല്ല സാർ, എൻ്റെ അച്ഛന് ഞാൻ പോലീസുകാരനാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ടെന്നോർത്ത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് പോന്നു. കഴിക്കൂ. അയ്യോ വേണ്ട. ഇവിടുന്ന് തന്നെ പിടിച്ച ചെമ്മീനാണ്. അത് ഞങ്ങൾ അയ്യപ്പസ്വാമി ആരാധിക്കുന്നവരാ. ശനി ദിവസങ്ങളിൽ മത്സ്യമൊന്നും കഴിക്കരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമല്ലേ? അവരല്ലേ സാർ എല്ലാം. അവർ പറയുന്നത് കേൾക്കാതെ വേറെ ആര് പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും സാറിന്? നോ താങ്ക് യു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ. പറയട്ടെ, പോയിട്ട് വരാം. കാണാൻ മോനെ. ചിറ്റപ്പ, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് സർ. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാറിന് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ ഫാമിലിനെ ക്ലോസ് ആയിട്ടോ. ഫാമിലിയായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാണ്ടല്ലോ വലിച്ച് കടലോട്ട് എറിയാൻ. ഒരു സ്റ്റുഡന്റിന് സാറിനോട് മോഹം തോന്നുന്ന നാണംകെട്ട കാര്യമാണ്. ഇനി മേലിൽ ആവർത്തിക്കരുത്. ചേഞ്ച് യു ആറ്റിറ്റ്യൂഡ്. നരസിംഹൻ സർ, ഞാൻ ചോറ്റാനിക്കര അമ്പലം വരെ വന്നതാ. താനിപ്പോ എവിടെയാ? ഇവിടം വരെ ഒന്ന് വരാവോ? 1 മണിക്കൂറിനുള്ളിൽ വരാം സാർ. ഗുഡ് മോർണിംഗ് രംഗരാജ്. വൺ മിസ്റ്റർ നരസിംഹൻ, ഫോർമർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ. ഇപ്പൊ അവരുടെ എക്സാക്ട് സ്റ്റാറ്റസ് എന്താന്ന് പറ. വരൂ നരസിംഹൻ. സാർ, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സാർ, മാരാരി നടന്നത് ആയുധക്കടത്തല്ല സാറേ, ബ്രൗൺ ഷുഗറാണ് സാർ. ടോട്ടൽ സൗത്ത് ഇന്ത്യക്കും മാരാരി മെയിൻ സെന്ററാക്കിയിരിക്കുക. താൻ എന്തായി പറയുന്നത്? സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 2900 കോളേജുകളും 8500 ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. ഒരു കോളേജിൽ 10 പേർ, ഒരു സ്കൂളിൽ 5 പേർ എന്ന നിലയിൽ ഡ്രഗ് യൂസ് ചെയ്താൽ ഒരു വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഒരു സ്റ്റുഡന്റിന് അവന്റെ നഖത്തിന്റെ ഇടയ്ക്ക് പോലും ഇത് ഒളിപ്പിക്കാൻ സാധിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവൻ ഇതിന് അഡിക്റ്റായി രോഗിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആഘോഷവേളകളിൽ ഡ്രിങ്ക്സ് പാർട്ടി നടത്തുന്ന പേരിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇതിൽ വിഷമിക്കേണ്ട കാര്യം, ഒരുപാട് പെൺകുട്ടികൾ ഇതിനടിമയായിരിക്കുകയാണ് സാർ. അപ്പം മൊത്തം അധികാരികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയെന്നാണോ പറയുന്നത്? അല്ല സാർ, പലയിടങ്ങളിലായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് സാർ. പക്ഷേ അത് മൊത്തം സപ്ലൈയിൽ 5% പോലും ആകുന്നില്ല സാർ. ഇത്രയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും ഉടനടി തന്നെ എന്തുകൊണ്ട് ചാർജ് എടുത്തുകൂടാ? ഇപ്പം ഞാൻ ചാർജ് എടുത്താൽ ബായിയും സഹദേവനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. മൊത്തം രേഖകളോടെ എവിടെ നിന്നാണ് ഡ്രഗ്സ് വരുന്നതെന്നും ഇവർക്കാരാണത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ആരാണത് വിറ്റ് കൊടുക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് മൊത്തം എണ്ണത്തിനെ കൈക്കാത്തിട്ട് പിഴിഞ്ഞെടുക്കണം സാർ. ഫ്യൂച്ചറിൽ ബായിയുടെയും സഹായത്തിന്റെ പേരിലെടുക്കാൻ പോകുന്ന നടപടിക്ക് തങ്കരാജൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും സാർ. ആരാണ് അദ്ദേഹം? ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സാർ. നിങ്ങൾ പറഞ്ഞ നരസിംഹന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. 100% ഈസ് നോട്ട് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ സാലറി, ഗ്രാറ്റുവിറ്റി, PF ഇൻക്ലൂഡിംഗ് പെൻഷൻ ബെനിഫിറ്റ് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ. പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഞാൻ പുറത്തു പോവുകയാണ്. നാളെ കുട്ടികൾക്ക് പരേഡുണ്ട്. വൃന്ദാവൻ ഹോട്ടലിൽ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ സാർ.
എടാ സ്കൂൾ ടൈമിൽ അവൾ എവിടെ പോകണം ചോദിച്ചേ. അല്ല എങ്ങോട്ടായി പോകുന്നേ? പറയൂല. നീ പറയാതെ പിന്നെ 8 മണിയിലെ വാർത്ത പറയോ? സാറ് ചോദിച്ചിട്ടാ പറയാൻ. ഞാൻ എന്റെ പഠിത്തമൊക്കെ നിർത്തി TC വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാ. അല്ല അതെന്തിനാ? സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്ന് NCC മാസ്റ്റർ പറഞ്ഞായിരുന്നു. ഇനി ഞാൻ സ്റ്റുഡന്റ് അല്ലല്ലോ, ഇനി മോഹിക്കാൻ സ്നേഹിക്കുകയും ചെയ്യാം. അത് നിക്കട്ടെ, ആരെ നീ സ്നേഹിക്കുന്നേ ഇപ്പോ? നമ്മുടെ NCC മാസ്റ്ററിനെ തന്നെയാ. എന്നാ നീ സംസാരിക്കുന്നത്? വായി വന്ന് നോക്ക്. അതെ, മാറാ, വിടടാ എന്നെ. ഇന്ന് ഫെബ്രുവരി 14 ആ. എനിക്ക് പകരം സാറിനൊന്ന് വിഷ് ചെയ്തേക്ക്. ഹാപ്പി വാലന്റൈൻസ് ഡേ. പോട്ടെ സാറേ, നല്ല പ്രായത്തിൽ പെണ്ണുങ്ങൾ പുറകെ വരുന്നതും പ്രായം ചെല്ലുമ്പോൾ ഷുഗർ വരുന്നതും എന്താ സാധാരണ. പക്കിയത്? അല്ല സാറേ, ഇത് സിവിൽ കേസ് പോലെ വലിച്ചു നീട്ടാതെ പെറ്റി കേസ് പോലെ അഡ്വൈസ് ചെയ്ത് തീർത്തേക്കുന്നേ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ അരുതാത്ത എന്തെങ്കിലും ചെയ്തു കൂട്ടിയാൽ സൗമ്യമായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. നീ ഇതാരോടും വിളമ്പി നടക്കണ്ട. ആ ഓക്കെ സാർ. ഹാപ്പി വാലന്റൈൻസ് ഡേ. അയ്യോ ആരെ നോക്കിയടാ നീ ഹാപ്പി വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞത്? അയ്യോ ടീച്ചറെ, ഞാൻ ടീച്ചറുടെ ദേഹത്തേക്ക് എറിഞ്ഞതല്ല. നിങ്ങളൊരു നല്ല കുടുംബിനിയാണെന്ന് എനിക്ക് അറിയാം. റിട്ടയർ ആയ 3 ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാം. അല്ല 3 കുട്ടികളുണ്ടെന്നാ പറഞ്ഞത്. ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമേ. സാർ, ഈ മീശ വെച്ചപ്പോഴാണ് സിംഹം വേട്ടയ്ക്ക് പോകുന്ന പോലെ തോന്നുന്നത്. ഇത് വേറെ. നിക്കേ, എന്താ പ്രശ്നം? കരീം, എന്താ കാര്യം? വേഷപ്പെട്ട് ചുറ്റി കറങ്ങുമായിരുന്നു സാറേ, അതാ പിടിച്ചേ. ഡാ, ആരാ നീ? വായ മൂഡ്, പീച്ചെ മൂഡ്. അയ്യോ ആവശ്യമില്ലാത്ത സ്ഥലം കളഞ്ഞല്ലോ സാറേ. വേഷമെല്ലാം കറക്റ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. ഇവനെ നിങ്ങൾ എങ്ങനെ പിടിച്ചു? ആര്? ഇവരാണോ എന്നെ പിടിച്ചോണ്ട് വന്നെന്നോ? എല്ലാവരും നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു, നല്ല കാലം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയും. ഞാൻ കുറച്ച് വ്യത്യാസം ആയിക്കോട്ടെ എന്ന് കരുതി 4 മണിയാകാൻ പോകുന്നു, 4 മണിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതില് സംശയം തോന്നി പിടിച്ചോണ്ട് വന്നതാ സാറേ. നമ്മുടെ പയ്യനെ വിട്ടേക്ക്, നീ വീട്ടിലോട്ട് നോക്കൂ. ഏത് വീട്ടിലേക്ക് പോകാനാ? ഞാൻ അവരെ കാണിച്ചു തന്നെന്നും പറഞ്ഞ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുവാ സാറേ അവരെല്ലാം കൂടെ. 10 ദിവസമായിട്ട് അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഓടാത്ത ബോട്ടിന്റെ അടിയിലും തെരുവ് നായുടെ കൂടെയും പേടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുക സാറേ. താമസിക്കാനായിട്ടൊരു സ്ഥലം പറഞ്ഞതാ. നിനക്ക് ഈ ടൗൺ സെറ്റ് ആവാൻ തോന്നുന്നില്ല. നീ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകും. എന്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് ഗ്രാമം കുഴപ്പമില്ലല്ലോ. 3 നേരം ചോറും 2 നേരം ബിയറും കിട്ടിയാൽ എനിക്ക് എല്ലായിടും ഓക്കെയാണ് സാറേ. ഡാ, സോറി സാറേ, അറിയാതെ പറഞ്ഞു പോയതാ സാറേ. സ്കൂളിൽ നിന്ന് ഞാൻ ശമ്പളം മേടിച്ചില്ല, ഒരാഴ്ച ഇവിടെ താമസിച്ച് മേടിച്ചാലോ? സാറേ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാനിവിടെ താമസിക്കുന്ന ഒരാഴ്ച തോക്ക് പിടിച്ച 2 പോലീസുകാരൻ്റെ കൂടെ അയക്കാവോ? എന്നാ പക്കിയത്? വേണ്ട സാറേ, ഞാൻ കളിത്തോക്ക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളാം. നമസ്കാരം സാറേ. അയ്യോ, വീണ്ടും നമസ്കാരം സാറേ. നമസ്കാരം. എന്തായത് വയറും കൊണ്ട് ചുമരോ? കുതിരയ്ക്ക് തിന്നാൻ വല്ലതും കൊടുക്ക്. മൊത്തം 15 പയ്യന്മാരുണ്ട് സാർ. എല്ലാം +1 +2. ഒരെണ്ണത്തിന് പോലും ലൈസൻസ് ഇല്ല. എന്താ ചെയ്യേണ്ടത് സാറേ? വണ്ടിയെല്ലാം പിടിച്ചു വെച്ചിട്ട് പേരൻസിനോട് വരാൻ പറ. എന്താ? ഞാൻ ഇന്നു മുതൽ വീണ്ടും സ്കൂളിൽ പോകാൻ തുടങ്ങി. അത് പറയാൻ വേണ്ടി വന്നതാ. ഗുഡ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. സോറി സർ, സ്റ്റുഡന്റ് ടീച്ചറിനെ മോഹിക്കാൻ പാടില്ലെന്നാ സാറെന്ന് പറഞ്ഞത്. പക്ഷേ പോലീസ് ഓഫീസറിനെ മോഹിക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. സാർ എപ്പോ പോലീസ് യൂണിഫോം എടുത്തിട്ടോ അപ്പൊ തന്നെ ഞാൻ എന്റെ സ്കൂൾ യൂണിഫോം എടുത്തിട്ടു. ഇതാ ഇങ്ങോട്ട് നോക്ക്. നീ കാണിക്കുന്നതല്ല പ്രണയം, വെറും ഒരു ഇൻഫാക്ച്വേഷൻ. നമുക്ക് ആരെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അറിയാതെ അവരോട് കൂടുതൽ സ്നേഹം തോന്നും. അത് നീ പ്രേമമായിട്ട് കരുതരുത്. നിന്റെ കുടുംബത്തിന് ഈ നാട്ടിൽ നല്ലൊരു പേരുണ്ട്, അത് നീ കളഞ്ഞു കുളിക്കരുത്. പോലീസ് പറയുന്നത് കേക്കടാ. താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്. പക്ഷേ സാറ് പറഞ്ഞ ഒരു കാര്യവും എന്റെ തല കേറിയിട്ടില്ല. സോറി സർ. സാർ, 10 ദിവസമായിട്ട് സ്റ്റുഡൻസ് എല്ലാം പോലീസിനെ കണ്ട് വരണ്ടോടാണ് സാർ. പക്ഷേ ഈ ഒരു സ്റ്റുഡന്റ് മാത്രം DSPയോട് ഡീൽ ചെയ്യാണ് സാർ. ഇത് സാർ എങ്ങനെ ഡീൽ ചെയ്യാൻ പോകുന്നേ? നീ ട്രാഫിക് ഡീൽ ചെയ്യ്. ദിസ് ഈസ് കോട്ട് കടപ്പുറം സാർ. ശരി ശരി ശരി. എന്താ മോളെ, ആ പോലീസുകാരനോട് എന്താ സംസാരിച്ചേ? ലവേഴ്സ് തമ്മിൽ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. താൻ ആരാ അത് ചോദിക്കാൻ? ലവേഴ്സോ? കണ്ടത്തില് നോക്കുത്തിയ പോലുണ്ട് കണ്ടിട്ട്. ഒന്ന് പോടാ. Don't follow me. രംഗരാജ് സാറല്ലേ അത്? അതിനെന്ത് ഇത്ര വേഗത്തില്? വേഗം എടുക്കടാ. നമസ്കാരം. നമസ്കാരം സാർ. ബോട്ട് എടുക്ക്, പെട്ടെന്ന് അവിടെ പോവാൻ സാർ. ആ പോകുന്ന ബോട്ടിനെ ഫോളോ ചെയ്യ്.
ഇനി പോകണ്ട സാർ, ബായുടെ കപ്പലാ നിൽക്കുന്നേ. ബായോ? ആ ബൈനോക്കുലർ ഇറങ്ങി വന്നേ. എടാ വേഗം ബോട്ട് തിരികെ. കാണാമോ സാറേ? വേഗം കരക്കടുപ്പിക്ക്. വീട് ബായ്. ഒരു പോലീസുകാരൻ വന്ന് വാദ്യാരാണെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇവിടെ കറങ്ങായിരുന്നു. അതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് ഒരു പെണ്ണിനെയും കടത്തിക്കൊണ്ടുപോയി പ്രശ്നം ഉണ്ടാക്കി. എടോ, ഞാനും ബായ് എന്തിനാടോ ഇങ്ങനെ ശത്രുക്കളെ പോലെ അഭിനയിക്കുന്ന അറിയാമോ? ചെയ്യുന്നത് കള്ളക്കടത്തല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞങ്ങൾ കുടുങ്ങിയാലും നിങ്ങളെ ആരും സംശയിക്കില്ല. അറിയാലേ എന്തോരം റിസ്ക് എടുത്തിട്ടാ ഞങ്ങൾ ഈ ബിസിനസ് നടത്തുന്ന അറിയാമോ? രംഗരാജ, ഞാനും 10 ദിവസമായിട്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഡിപ്പാർട്ട്മെന്റ് മുഴുവനും സ്കൂൾ പിള്ളേരുടെ പുറകെയാ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ബിസിനസ് ഒരു കാരണവശാലും അവൻ അറിയാൻ സാധ്യതയില്ല. ഇനി ഇതിനു മേലെ വല്ല പ്രശ്നം ഉണ്ടായാ ദേവനുണ്ടല്ലോ, നമ്മുടെ സഹദേവൻ. ഒന്നുമില്ലാത്ത എന്നെ 12 ബോട്ടിന്റെ ഓണർ ആക്കിയിരിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ജയിലിൽ വരെ പോകും. എവിടെയുള്ളൂ സാർ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ബാസി, എല്ലാവരും സ്റ്റേഷനിലേക്ക് വരാൻ പറ. 10 ദിവസം ഞാനവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് സൈൻ ചെയ്തു. ബാക്കിയുള്ള ദിവസം ഡാനിയുടെ കൂടെ ഷിപ്പിലായിരുന്നു. നമ്മുടെ കണക്കെല്ലാം സെറ്റിൽ ചെയ്ത് ഡോളറിൽ അത് അറേഞ്ച് ചെയ്തു. പിന്നെ ബായ്, നാളെ ഡാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തായി പറയുന്നേ? എന്റെ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിന്. മന്ത്രി വരുമെന്നാണല്ലോ പറഞ്ഞത്. ഡാനി രാവിലത്തെ ഫംഗ്ഷൻ അല്ല, രാത്രിയിലെ പാർട്ടിക്കാ വരുന്നേ. സഹദേവ, നീ വേണം ബോട്ട് എടുത്തിട്ട് പോയി ഇന്റർനാഷണൽ ബോർഡറിൽ പോയി അവനെ പിക്ക് ചെയ്തുകൊണ്ട് വരേണ്ടത്. ഇത്രയും നാൾ രംഗരാജൻ നല്ലവനെന്ന് കരുതിയിരുന്നത്. അവനാണ് മൊത്തം ഗ്യാങ്ങിന്റെ ലീഡറായിരിക്കുന്നത്. 8 മാസത്തെ ഇൻവെസ്റ്റിഗേഷൻ വേസ്റ്റ്. ഇനി വേറെ റൂട്ട് എടുക്കണം. എങ്ങനെയാണ് സാർ? കളിക്കേണ്ടത് ആദ്യം നമ്മൾ സഹദേവനിൽ നിന്നാണ്. സാർ, അവന്റെ ദേഹത്ത് കൈവച്ച മറ്റുള്ളവർക്ക് സംശയം വന്നാലോ? ഡ്രഗ് കേസിൽ അറസ്റ്റ് ചെയ്താൽ ആ സംശയം വരത്തുള്ളൂ. വേറെ എന്തെങ്കിലും? സാർ, 6 മാസങ്ങൾക്ക് മുന്നേക്കാരന്റെ സഹായിയുടെ ഇവിടെ കൊന്ന് കടലിലെറിഞ്ഞു. ഇപ്പോഴും കംപ്ലൈന്റ് ആകാതെ കിടക്കുക. അതാ, അതിൽ വേണം അവനെ പൊക്കാൻ. കംപ്ലൈന്റ് എഴുതിയിരിക്കുന്ന അവസാനം ഡേവിഡ് നിന്റെ കൂടെ വന്നിരിക്കുന്നതെന്ന്. ശവം കളഞ്ഞ സ്ഥലം നീ കാണിച്ചു തന്നില്ലെങ്കിൽ ഡേവിഡിനെ കൊന്നത് നീയാണെന്ന് പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്ത് കളയും. കാണിച്ചു തരാം സാർ. നാളെ രാവിലെ രംഗരാജന്റെ ഹോട്ടലിൽ ഇനാഗ്രേഷൻ ആണ്. സെൻട്രൽ മിനിസ്റ്റർ വരുന്നുണ്ട്. എനിക്ക് അവിടെ തന്നെ ഉണ്ടാവണം. കരീം, നീ നാളെ മുരുകനെ കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡേവിഡിന്റെ ബോഡി റിക്കവർ ചെയ്യാൻ നോക്ക്. ബാസി, സഹദേവൻ നാളെ നിങ്ങൾ ക്ലോസ് സർവേലായിരിക്കണം ഉണ്ടാകേണ്ടത്. ദാമോദരൻ, ആരും അറിയാതെ തന്നെ ഡേവിഡിന്റെ പയ്യന്റെ ബ്ലഡ് സാമ്പിൾ എടുത്തുകൊണ്ട് വരണം. എന്തിനാണ് സാർ? കടലിൽ നിന്ന് ബോഡി കിട്ടുമ്പോൾ അസ്ഥി കൂടെ മാത്രമേ കാണുകയുള്ളൂ. അത് ഡേവിഡിന്റെ ആണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം. ബാക്ക് ടു പോലീസ്. എപ്പോഴും പോലീസ് തന്നെയാണ്. ഗുഡ്.